ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷുട്ടു ആൻഡ് മമ്മ. അപ്പം ഞാൻ ഈ ഭയങ്കര ബിൽഡും ഒക്കെ കൊടുത്തുണ്ടാക്കി പറയുന്ന സാധനം എന്നാന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. വേറെ ഒന്നുമില്ല, എല്ലാം എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ്. ബാഗ്സ്. ഇതെല്ലാം ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബാഗ്സാണ്. ഇൻ എ വെരി ചീപ്പ് അഫോർഡബിൾ പ്രൈസ്. എന്താ പറയുക, ഭയങ്കര റേറ്റ് കുറവുള്ള എല്ലാം ഒരു 600 താഴെ വരുന്ന ഭയങ്കര ക്വാളിറ്റി ഇല്ല, ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള കുറച്ച് ടോട്ട് ബാഗ്സ് ആണ്. കാരണം ടോട്ട് ബാഗ്സ് ഞാൻ വാങ്ങിക്കാൻ കാരണം വേറെ ഒന്നുമല്ല, ഞാനൊരു കുട്ടിയുടെ അമ്മയായതാണോ പ്രശ്നം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അതല്ല, എനിക്ക് ഈ 2-3 ബാഗ്സ് ഒന്നും എടുത്ത് ആളുടെ സാധനങ്ങളൊന്നുമില്ല, എൻ്റെ സാധനങ്ങളൊന്നുമില്ല അങ്ങനെ കൊണ്ടുപോകുന്നതിനോട് തീരെ താല്പര്യമില്ല, വയ്യ. അതുകൊണ്ടാണ് ഒന്നാമത്തെ കാര്യം, മടി. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പം ഇങ്ങനത്തെ ടോട്ട് ബാഗ്സ് ആണ് കൂടുതലും വാങ്ങിക്കാറുള്ളത്. ബിക്കോസ് നമ്മളുടെ രണ്ടാമത്തെ സാധനം മുന്നിൽ പോകണം. ആക്ച്വലി പറയുകയാണെങ്കിൽ എനിക്ക് ഇതിനകത്ത് ഒന്നും ഇടാനുണ്ടാവില്ല, എനിക്ക് ആകെ ഇടാനുണ്ടാവും എൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് ആസ് യൂഷ്വൽ. ആ സാധനം മാത്രം എൻ്റെ എന്ന് പറയാൻ എനിക്ക് ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ടാവും. പിന്നെ എൻ്റെ ഒരു കാർഡ് ഹോൾഡർ, അത് രണ്ടുമാണ്. വാട്ട്സ് ഇൻ മൈ ബാഗ് ഞാൻ ചെയ്യാം, ഇറ്റ്സ് ഓക്കെ, ഞാൻ ചെയ്യാം. അപ്പം അത് 2 സാധനമാണ് എൻ്റെതെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇതിനകത്ത് വെക്കാനുണ്ടാവുക. ബാക്കി കംപ്ലീറ്റ് സാധനങ്ങളും ചുട്ടൂൻ്റെ ആയിരിക്കും. അവളുടെ എക്സ്ട്രാ ഡ്രസ്സ്, എക്സ്ട്രാ പാമ്പസ്, അവളുടെ കുപ്പി, അവളുടെ ചട്ടി, അവളുടെ മുടി കെട്ടുന്ന സാധനം, എല്ലാ സാധനങ്ങളും കൊള്ളുന്ന ഒരു ബാഗ്. അതാണ് ഇപ്പം ഞാൻ കൂടുതലായിട്ടും നോക്കുന്നത്. കാരണം എനിക്ക് 2-3 ബാഗും ഞാൻ നേരത്തെ പറഞ്ഞു കൊണ്ടുപോകാനുള്ള താല്പര്യമില്ല, വയ്യ. അപ്പോൾ ഇത് ഞാൻ കുറേ നാളായിട്ട് കാർട്ടിലിട്ടേക്കുന്ന സംഭവങ്ങൾ കേട്ടോ. ഈ കാണിക്കുന്ന എല്ലാം ഞാൻ കുറേ നാളായിട്ട് കാർട്ടിലിട്ടേക്കുന്നുണ്ട്. ആൻഡ് ദിസ് ഈസ് ദ ബാഗ്. എനിക്കിത് പെട്ടെന്ന് കണ്ടപ്പോൾ നമ്മുടെ ബർബറി ഉണ്ടല്ലോ, ബർബറി ബ്രാൻഡിൻ്റെ ഒരു കൈൻഡ് ഓഫ് സംഭവം പോലെയാണ് എനിക്ക് തോന്നിയത്. അങ്ങനെയെന്നല്ല, പ്രിൻ്റൊന്നുമല്ല, ബട്ട് ആ ഒരു സ്റ്റൈൽ, ആ ഒരു എടുപ്പെല്ലാം എനിക്ക് അങ്ങനെ തോന്നി. ആൻഡ് ട്രസ്റ്റ് മീ ഗൈസ്, അടിപൊളി ക്വാളിറ്റിയാണ്, ഒന്നും പറയാനില്ല. 400 and something rupees ആണെന്ന് തോന്നുന്നു എനിക്ക്. ഞാൻ എന്തായാലും എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ ബാഗ് ശരിക്കും പറഞ്ഞാൽ ഒരു രക്ഷയില്ല. എനിക്കിത് തൊടുമ്പം തന്നെ നമ്മുടെ ഒരു ഹൈ എൻഡ് ബ്രാൻഡിൻ്റെ ഒരു ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയലാണിത്. ഇത് ഒന്നും എന്താ പറയുക, നമ്മൾ കുറേ നാൾ വെച്ച് അല്ലെങ്കിൽ നമ്മൾ ചൂടടിക്കുന്ന സമയത്ത് പൊളിഞ്ഞു പോകുന്ന ടൈപ്പ് ഓഫ് ബാഗോ അങ്ങനത്തെ ഒന്നുമല്ല, ഭയങ്കര ക്വാളിറ്റിയാണ്. ഇതൊരു ബേജ് ക്രീം കളർ പ്ലസ് നല്ലൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് വരുന്ന ഒരു ബോർഡറൊക്കെ വരുന്ന സംഭവമാണ്. ഇനി നമുക്ക് ഉള്ളു നോക്കാം. പുറം കാഴ്ച മാത്രം നോക്കിയിട്ട് കാര്യമില്ല, ഉള്ളു ടെസ്റ്റ് ചെയ്യാം. ഓ, ലോട്ട്സ് ഓഫ് പേപ്പേഴ്സ് ഒക്കെ ഇനിയിപ്പം ഞാൻ കൊണ്ട കത്തിക്കണം. എന്തിനാണ് അപ്പോൾ ഇവർ ഈ ബാഗിൽ ഇതൊക്കെ പേപ്പർ ഒട്ടിക്കുന്നത്? വലിയൊരു ബിഗ് കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഒറ്റ കമ്പാർട്ട്മെൻറ്റേ ഉള്ളൂ. ഞാൻ അങ്ങനത്തെ ബാഗാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. എല്ലാ സാധനങ്ങളും ഒന്നിനകത്ത് വാരിയിട്ടാൽ മതിയല്ലോ. ഉള്ളിൽ കുറേ കമ്പാർട്ട്മെൻറ്റുള്ള ഇത് നമ്മളെപ്പോലത്തെ ആൾക്കാർ വാങ്ങിക്കുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ, ഉള്ളിലത്തെ സ്പേസ് ശരിക്കും കുറയും. നമ്മൾ ബാഗ് വാങ്ങിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഉള്ളിൽ സ്പേസ് വേണമെങ്കിൽ കമ്പാർട്ട്മെൻറ്റ് നോക്കി വാങ്ങണം. ബാഗിൽ എനിക്ക് ഉള്ളിൽ സ്പേസ് വേണം എന്തായാലും, എനിക്ക് കുറേ സാധനങ്ങൾ കുത്തിക്കയറ്റായിട്ടുണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഒറ്റ കമ്പാർട്ട്മെൻറ്റുള്ള എന്താ പറയുക ബാഗ്സ് മാത്രമേ ഇപ്പം വാങ്ങിക്കാറുള്ളൂ. പിന്നെ ഇതിലൊരു ചെറിയൊരു നമുക്ക് കാർഡൊക്കെ വയ്ക്കാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ഒരു കൊച്ചു കള്ളിയുണ്ട്. ആൻഡ് ഐ ലവ് ദിസ്. നല്ല സ്പേഷ്യസ് ആണ്. ആൻഡ് അതുപോലെ തന്നെ ഉള്ളിലത്തെ ഇൻറ്റീരിയറും ഭയങ്കര സോഫ്റ്റ് സംഭവമാണ്. ആ ഒരു കമ്പാർട്ട്മെൻറ്റ് മാത്രമേ ഉള്ളിലുള്ളൂ, ചെറിയൊരു പൗച്ച് പോലത്തെ സംഭവം. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആക്ച്വലി. നല്ല ബാഗ്. ഞാൻ ഇത് ട്രൈ ചെയ്തിട്ട് ഞാൻ എന്തായാലും വീഡിയോ ഞാൻ സൈഡിലിടാം. ഓ, ഐ ലവ് ഇറ്റ്. ഞാൻ ഇങ്ങനെയൊന്നും കൂടുതൽ ഇടാറില്ല. ഞാൻ എല്ലാ ബാഗ്സും ഞാൻ ഇങ്ങനെയാണ് ഹോൾഡ് ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ ഇങ്ങനെ പിടിക്കും, അല്ലാണ്ട് ഞാനിങ്ങനെ പ്രോപ്പർലി ഇട്ടിട്ട് അങ്ങനെയൊന്നും പോവാറില്ല. കാരണം ഞാൻ അങ്ങനത്തെ ഔട്ട്ഫിറ്റ് ആയിരിക്കും ഇടുന്നുണ്ടാവുക. അപ്പം അതുകൊണ്ട് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു രക്ഷയില്ല. ക്വാളിറ്റീൻ്റെ കാര്യത്തിലൊന്നും ഒന്നും പറയാനില്ല, അടിപൊളി സാധനമാണ്. അപ്പം ഈ ഒരു ബാഗ് ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഫസ്റ്റ് റെക്കമെൻഡ് ചെയ്യും ഫോർ ഷുവർ. ഇതാണ് എൻ്റെ ഒരു ഫസ്റ്റ് ബാഗ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് രണ്ടാമത്തെ നോക്കിയാൽ, എൻ്റെ കയ്യിൽ ആക്ച്വലി എനിക്ക് ആകെ 3 ബാഗേ ഉള്ളൂ. ഞാനതാ പറഞ്ഞു, ഞാൻ അധികം ബാഗ് ഒബ്സസ്ഡ് ആയിരുന്നില്ല ബിഫോർ ഡെലിവറി. എന്താ പറയുക, ഞാൻ ആകെ ഈ ജീൻസൊക്കെ ഇട്ടിട്ട് പോകുന്നുണ്ടേ ആകെ ഞാൻ പോക്കറ്റിൽ ഫോണിടും, പിന്നെ അത്യാവശ്യമാണെങ്കിൽ ഒരു ലിപ്സ്റ്റിക് എടുത്ത് എൻ്റെ പോക്കറ്റിലിടും. അത്ര മാത്രം എടുത്തിട്ട് പോകുന്ന ഒരാളായിരുന്നു ഞാൻ.
ഇപ്പോഴാണ് എനിക്ക് ശരിക്കും ഈ ഒരു ബാഗിൻ്റെയൊക്കെ ആവശ്യം വന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പം ഇതുമായിട്ട് ഭയങ്കര ഒബ്സർഷനും തോന്നാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത്. ഇത് ഞാൻ കുറേ നാളായിട്ട് ഞാൻ ഓപ്പൺ ചെയ്യട്ടെ. ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ നാളായിട്ട് ഞാൻ കാർട്ടിൽ ഇട്ടേച്ചിട്ടുള്ള സാധനങ്ങളായിരുന്നു. ആൻഡ് ദിസ് ഇസ് ദി ബ്രൗൺ ഷെയ്ഡ്. ഇവരുടെ പാക്കേജ് ഒന്നും ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി പാക്കേജാണ്. ക്ലാസ്, ഭയങ്കര ക്ലാസ് സാധനം. ഇതൊന്നും വലിയ ഹൈ എൻഡ് ബ്രാൻഡോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം ഭയങ്കര ചീപ്പ് റേറ്റിന് ഞാൻ വാങ്ങിയിട്ടുള്ളതാ. അത്ര മതി എനിക്ക് ആക്ച്വലി. എന്താ വെച്ചാൽ ഇവളുടെ സാധനങ്ങളൊക്കെ വെച്ച് പോകുമ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ ചീത്തയാകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ട്രൈ നോക്കിയതാണ് എങ്ങനെയുണ്ട് ഇത്ര ചെറിയ റേറ്റിൻ്റെ എന്നുള്ളത്. ദിസ് ഇസ് ദ ഷെയ്ഡ്. നല്ലൊരു ബ്രൗൺ ആണ് ഇതിൻ്റെ കളർ. ശരിക്കും എന്താ കളറിൻ്റെ പേര് പറയാൻ എനിക്കറിയില്ല. ബട്ട് ദിസ് ഇസ് നൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഒരു മെറ്റീരിയൽ ഒരു രക്ഷയില്ല. ഇത് ലെതറാണ് സംഭവം. വൃത്തിയായിട്ട സ്മെല്ല്. ഈ ലെതർ ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് ഇങ്ങനെ തന്ന് തൊട്ട് നോക്കാൻ പറയണമെന്നുണ്ട്, പക്ഷേ നടക്കില്ലല്ലോ. ഇതൊരു രക്ഷയില്ല. ഭയങ്കര രസമുണ്ട്. നിങ്ങൾക്ക് കോളേജ് ഗോയിങ് ഗേൾസ് ഒക്കെ ആണെങ്കിൽ പെർഫെക്റ്റ് ഓപ്ഷനാണ്. ആൻഡ് ഗൈസ്, ഇതിനൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന് സിബില്ല. ഇതിന് സിബില്ല. ഇതിങ്ങനെ രണ്ട് ക്ലിപ്പ് പോലത്തെ സംഭവം, ഉടുക്ക് പോലത്തെ ഒരു സാധനം ഉള്ളത്. ആൻഡ് ഹ്യൂജ്, ഭയങ്കര സ്പേഷ്യസാണ്, നല്ല അടിപൊളിയാണ്. ഉള്ളിലത്തെ മെറ്റീരിയലും ഒന്നും പറയാനില്ല, എല്ലാം സൂപ്പർ. ആൻഡ് ഇവിടെ ചെറിയൊരു കള്ളിയും വരുന്നുണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ശരിക്കും ലെതർ, നല്ല ലെതർ. ഇവർ ഇത്രയും ചീപ്പ് റേറ്റിൽ ഇത് കൊടുക്കുന്നു എന്ന് പറയുന്നു, ഐ ഡോണ്ട് നോ, ബട്ട് സൂപ്പർ. ദിസ് ഇസ് അടിപൊളി. ഓക്കെ, ഇതാണ് എൻ്റെ ഒരു സെക്കൻഡ് ബാഗ് എന്ന് പറയുന്നത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതിൻ്റെ ഒരു കുറച്ചൊരു ഡിഫറെൻറ്റ് ഷെയ്ഡും സെയിം ഇത്, പിന്നെ ഒരു ബ്ലാക്ക് മൾട്ടി തീംഡ് ആയിട്ടുള്ള ഒരു രണ്ട് ബാഗാണ് ഉള്ളത്. പിന്നെ എൻ്റെ ഒരു ഹൈ എൻഡ് ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു MKയുടെ ഒരു സ്ലിംഗ് ബാഗ് ഉണ്ട്. അത് പിന്നെ ഞാൻ എയർപോർട്ടിലൊക്കെ പോകുമ്പോഴേ ഉപയോഗിക്കാറുള്ളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഒരു ഒഫീഷ്യൽ തിങ് അങ്ങനെ ഉപയോഗിക്കാറുള്ളൂ. ഇതാണ് എൻ്റെ സെക്കൻഡ്. നമുക്ക് തേർഡ് വൺ അൺബോക്സ് ചെയ്ത് നോക്കിയാലോ. തേർഡ് വൺ ഞാൻ 4 ബാഗാട്ടോ വാങ്ങിയിട്ടുള്ളത്. ഇതിൽ ഞാൻ ഇതുവരെ ആടെ എത്തിയിട്ടില്ല. ഇതിൽ എനിക്കൊരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. ഞാൻ കുറേ നാളായിട്ട് കാർട്ടിലിട്ട് വെച്ച് വാങ്ങണോ വേണ്ടിയോ എന്നിങ്ങനെ ആലോചിച്ച് വാങ്ങിച്ച ഒരു സാധനമുണ്ട്. അവിടെ ഞാൻ എത്തി ഗൈസ്. ഞാൻ അവിടെ എത്തി. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനം. എൻ്റെ അടുത്ത് ഞാൻ അടുത്തതായിട്ട് എനിക്ക് വാങ്ങണം, എൻ്റെ അടുത്ത് ഈ കളർ വേണം എന്ന് ഞാൻ ആഗ്രഹിച്ച് വാങ്ങിച്ചൊരു ബാഗായത്. മെറ്റീരിയൽ ഒരു രക്ഷയില്ല ഗൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ദിസ് ഇസ് ബേജ്. ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയി തോന്നും. ഇത് ശരിക്കും ഒരു ക്രീം, ഒരു ബേജ് കളർ സംഭവം. ഇതും പക്ഷെ നാട്ടം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇത് ഫുൾ ലെതർ, അടിപൊളി ലെതർ എന്ന് പറയാം. ഇതിന് ലോട്ട്സ് ഓഫ് കമ്പാർട്ട്മെന്റ്സ് ഉണ്ട്. കൊള്ളാലോ. ഇതിന് ഇവിടെ ഇങ്ങനെ ഫ്രണ്ടിൽ ഇവിടെ ഇങ്ങനെ ഒരു ബട്ടൺ വരുന്നുണ്ട്. ആൻഡ് ഇവിടെ വലിയൊരു കള്ളിയുണ്ട്. അതുപോലെ തന്നെ സെയിം ബാക്കിലും ഇങ്ങനെ വരുന്നുണ്ട്. ആൻഡ് വേറൊരു വലിയ സിബുള്ള കമ്പാർട്ട്മെന്റ്. ഇതിൻ്റെ പ്രൈസ് കേട്ടാൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നെറ്റും. ഐ തിങ്ക് 443 443 453 അങ്ങനെ എങ്ങാനാണ് ഈ ഒരു ബാഗിൻ്റെ റേറ്റ്. ആൻഡ് യു ലുക്ക് ദിസ് ഗൈസ്, അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഇട്ടിട്ട് എങ്ങോട്ടെങ്കിലും പോകണം. ആൻഡ് നിങ്ങൾ കോളേജ് ഗോയിങ് ഗേൾസ് ആണെങ്കിൽ നിങ്ങളുടെ എല്ലാ ബുക്കും ചോറ്റുപാത്രം സാധനങ്ങളും എല്ലാം ഇതിനകത്ത് കൊള്ളുന്നതായിരിക്കും. ഐ പ്രോമിസ്.
അടിപൊളി സംഭവം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ബാങ്കിലൊക്കെ വർക്ക് ചെയ്യുന്ന ചേച്ചിമാരോ അങ്ങനെ ഹൈ എൻഡ് സ്ഥലത്തൊക്കെ വർക്ക് ചെയ്യുന്ന ചേച്ചിമാരാണെങ്കിൽ ഇത് ഭയങ്കര ഓപ്ഷനാണ്. കാരണം ഇതൊരു ബ്രാൻഡഡ് സാധനമല്ല എന്ന് ആരും പറയില്ല. അത്രയും ക്വാളിറ്റി ഉണ്ട്. അത്രയും ക്വാളിറ്റി എന്ന് വെച്ചാൽ അത്രയും മെറ്റീരിയൽ ക്വാളിറ്റി ഉണ്ട്. ആൻഡ് ഐ ഡോണ്ട് നോ എങ്ങനെ ഇവർ ഇത്ര പ്രൈസ് കുറച്ച് കൊടുക്കുന്നതെന്നുള്ളത് എനിക്കറിയില്ല. ബട്ട് ദിസ് ഈസ് ഹ്യൂജ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ഓ ഐ ലവ് ഇറ്റ്. ഇതാണ് എൻ്റെ ഒരു തേർഡ് ബാഗ് എന്ന് പറയുന്നത്. ഓ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഒട്ടും ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നില്ല സംഭവം. ബട്ട് സൂപ്പർ. ആൻഡ് നമ്മുടെ ലാസ്റ്റ് കവർ ഞാൻ ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഇതും കൂടെ കഴിഞ്ഞാൽ ഈ വർഷത്തെ ഷോപ്പിംഗ് ഹോൾ നിരോധിച്ചിരിക്കുന്നു. കാരണം ഇത് കുറച്ച് റേറ്റിന് ഞാൻ വാങ്ങി സാധനങ്ങൾ. നോക്കാം, അങ്ങനെയൊക്കെ ഞാൻ പറയും. ഞാൻ തന്നെ അടുത്ത ആഴ്ച വേറെയും വാങ്ങിയിട്ട് വരും. അതാണ് എൻ്റെ ഒരു സ്വഭാവം. അപ്പം ഈ ഒരു ഇത് എന്തിൻ്റെത് ബില്ലത് ഇത് 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 ഏതായിരുന്നു ആക്ച്വലി എനിക്ക് ഓർമ്മയില്ല. ലെറ്റ്സ് സീ. കാരിലക്സ്. ഓ യാ ഓർമ്മ വന്നു ഗൈസ്, ഓർമ്മ വന്നു. എവിടെയാണ് സംഭവം? ദിസ് ഈസ് വൺ വൈറ്റ് ബാഗ്. വൈറ്റ് ഇല്ലല്ലോ. എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ കാർട്ടിൽ ഇട്ട് വെച്ച് സമയവും സൗകര്യവും നോക്കിയിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് എടുത്ത് വെച്ച സാധനങ്ങളായിരുന്നു. ഓ നോട്ട് ബാഡ് ആക്ച്വലി. ഓ ഇത് ഓൺലൈനിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവമായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഒരു റെഡാണ് ആദ്യം എൻ്റെ കണ്ണുപെട്ടത്. റെഡ് മീൻസ് നല്ലൊരു റെഡ്. പക്ഷേ എന്താ പറയുക, നമുക്ക് എല്ലാ ഔട്ട്ഫിറ്റിനൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അത്ര റിസ്ക് എടുത്തില്ല. ആൻഡ് ഐ ബ്രോട്ട് അപ്പ് വൈറ്റ്. ദിസ് ഇസ് വൈറ്റ് ആൻഡ് ദിസ് ഇസ് ഹ്യൂജ്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആക്ച്വലി. ഇതിൻ്റെ മെറ്റീരിയൽ പറയുകയാണെങ്കിൽ നമ്മുടെ ലെതർ ആണ്, പക്ഷെ ഒരു ഭയങ്കര ഒരു തിളക്കുള്ള ടൈപ്പ് ഓഫ് മെറ്റീരിയൽ. ഇങ്ങനെ നമ്മൾ ഭയങ്കര സ്റ്റിക്കി ആയി നിൽക്കുന്ന പോലത്തെ ഒരു ടൈപ്പ്. ആൻഡ് ഭയങ്കര വലുതാ. എനിക്ക് എല്ലാ കണ്ടാമാല സാധനങ്ങളും ഇതിൽ കൊള്ളും. അതാണ് എനിക്ക് നല്ല വലിയ ബാഗ് വേണം. ഇത് നേരത്തെ ഞാൻ കാണിച്ചതിൻ്റെ പോലത്തെ ഒരു ചെറിയൊരു കുഞ്ഞു കമ്പാർട്ട്മെൻറ്റും കൂടെ ഇവിടെ ഉണ്ട്. സിബൊക്കെ ഒന്ന് ശരിയാകുന്നുണ്ട്. അടഞ്ഞു ഞാൻ വീട്ടിൽ ഡാമേജ് ആണ് സിബെന്നല്ല. ഇതൊരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട് ആൻഡ് ഒരു വലിയ കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ആൻഡ് ഐ ലവ് ദിസ്. ഈ ഒരു ബ്രാൻഡ് കാരിലക്സ് ആണ്. ഇവിടെ ഇങ്ങനെ വലിയ എഴുതിയിട്ടുണ്ട്. ആൻഡ് ഇത് അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി, ഒന്നും പറയാനില്ല. ഞാൻ 4 ബാഗും ഞാൻ ഇത്രയും അടിപൊളിയാവുമെന്ന് വിചാരിച്ച് വാങ്ങിയതല്ല. ഏതെങ്കിലും ഒരെണ്ണം എനിക്ക് എന്തായാലും റിട്ടേൺ ചെയ്യേണ്ടി വരും എന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിച്ചതാ. പക്ഷേ ഈ ബ്രൗണിൻ്റെ കാര്യത്തിൽ ഐ എം നോട്ട് ഷുവർ. കാരണം ഞാൻ ഉദ്ദേശിച്ച കളറല്ല, കുറച്ചൊരു ഡിഫറെൻ്റ് ഉണ്ട്. എൻ്റെ കയ്യിൽ ആ സെയിം ബ്രൗൺ ആണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് മേ ബി അത് ഞാൻ റിട്ടേൺ ആക്കാൻ സാധ്യതയുണ്ട്. ബാക്കിയൊന്നും ഞാൻ റിട്ടേൺ ആക്കില്ല. ഐ ലവ് ഓൾ ദ ബാഗ്സ്. അപ്പോൾ ഞാൻ എന്തായാലും എല്ലാ ഡീറ്റെയിൽസും ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഇങ്ങനെ വരിയായിട്ട് കൊടുക്കാം. ഒന്നുകൊണ്ട് പേടിക്കേണ്ട. ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും ഈ 4 ബാഗ്സും. ബ്രൗൺ എൻ്റെ കയ്യിൽ ഓൾറെഡി ആ കളർ ഉള്ളതുകൊണ്ടാണ് ഞാൻ എനിക്കത് വേണ്ട എന്നുള്ള ഒരു ഓപ്ഷൻ നിൽക്കുന്നത്. മേ ബി ചേഞ്ച് ചെയ്തേക്കാം. അത് താഴെ പോയിട്ട് എല്ലാവരും ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ ഏതാണ് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എൻ്റെ ഒരു ബാഗ് ഹോൾ എന്ന് പറയാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാം ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഓരോന്നും ഇങ്ങനെ ചുമ്മാ ആമസോൺ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്നത് ഞാൻ കാർട്ടിലിട്ട് വെച്ചിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം 4 എണ്ണവും. അപ്പോൾ അതിൻ്റെ പേരും ഡീറ്റെയിൽസും പ്രൈസും എല്ലാം ഞാൻ താഴെ മെൻഷൻ ചെയ്യാം. നിങ്ങൾ വാങ്ങിക്കാൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ പ്രൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറൻസ് ഉണ്ടാവും. ഞാൻ ഇടുന്ന സമയത്തും ഡിഫറൻസ് ഉണ്ടാവും. ചിലപ്പോൾ കൂടാം, ചിലപ്പോൾ കുറയാം. പക്ഷെ എല്ലാം ഞാൻ ഒരു 600-800ൻ്റെ താഴെയാണ് എല്ലാ ബാഗ്സും. 600 IKS എല്ലാം 600ന് താഴെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ നിങ്ങൾ അതൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയിട്ട്, കാരണം ലിങ്ക് കൊടുക്കാനുള്ള വകയും ഇപ്പം എനിക്കില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ ആ ഒരു ബ്രാൻഡ് നിങ്ങൾക്ക് അടിച്ചു നോക്കിയാൽ കിട്ടും എന്തായാലും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു, ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അപ്പോൾ അടുത്തൊരു നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.